അപ്പാ അപ്പൻ ഷാപ്പ് നടത്തി പെട്ടിയിലായി. ഈ മൂത്തമോൻ പെട്ടിയെ പിടിച്ച് കയറാൻ ശ്രമിക്കുകയാണ്. കൂട്ടായിരിക്കണേ, എങ്കിലും തൂങ്ങിച്ചാകണ്ടായിരുന്നു. ഇവർ ദൈവത്തിൻ്റെയും എന്റെയും. അങ്ങനെ ഔസേപ്പിന്റെ പെട്ടി എന്റേലായി. ഹലോ ഹെർക്കുലി. കവിക്കുന്ന് പള്ളിയിലെ കാന്താരി കൊച്ചച്ഛന്റെ മുറിയിൽ ലൈറ്റ് ഇല്ലല്ലോ. കുത്തിയിരുന്ന മതി. ചാടിക്കോ. ശബ്ദമുണ്ടാക്കലടാ, ശവങ്ങൾ ഇനിക്കൂടാ ശവമേ. വടക്കേക്കാട്ടിൽ കുട്ടിച്ചന്റെ അമ്മയുടെ പെട്ടിയല്ലേടാ. അടുത്ത കൈക്ക് ഉപ്പ് നേക്കത്ത നാറി അവൻ അമ്മേനെ അടക്കാനായിട്ട് തേക്കിന്റെ പെട്ടി വാങ്ങി. ഇങ്ങോട്ട് നാടാ, അത് കളർ മുക്കി തേക്കിന്റെ ഡിസൈൻ അടിച്ച പെട്ടിയാ തോമാച്ചായ. ഓ അത് ഞാൻ മറന്നു. തോമാച്ചായ തോമാച്ചു, ജക്കാർത്ത് എന്നുള്ള ഒരു സുനാമി പെട്ടി എത്തിയിട്ടുണ്ട്. ഓക്കൊന്നുണ്ട് അല്ലെ പരിമില പിതാവിനെ പള്ളിയിൽ അടുക്കേക്കാം. അതെടുക്കാൻ അൾത്താര വരെ കയറണം. പള്ളിക്കാർ മുട്ട് തല്ലി ഓടിക്കടാ പേട്ടെ. ക്വിക്ക് ഫിക്സ്, വേഗം. ഓവർ ഓവർ ഓവർ. മിലിറ്ററിയാ. താങ്ക് യു. നല്ല ചീഞ്ഞ മണം. തോമാച്ചായോ, എന്റെ ഭാര്യയുടെ കിഡ്നി തകരാറില്ല. ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. എന്നെ ഒന്ന് സഹായിച്ചാ കൊള്ളായിരുന്നു. കിഡ്നി ആവുമ്പോ കാറ്റ് പോകുന്ന ഉറപ്പാ. എന്നാ ഇരിക്കട്ടെ, ഈ തോമാവക ഒരു മൾബറി പെട്ടി ഫ്രീ. ശവപ്പെട്ടി കഴിവറ മോനെ, വെറുതെ അല്ലടാ നിന്റെ അപ്പം മുണ്ടേ തൂങ്ങിയത്. ഈ ചേറ്റയോടൊക്കെ ചോദിക്കാൻ പോയി എന്നെ പറഞ്ഞാ മതിയല്ലോ. ചാവുന്നതിന് മുമ്പ് ശവപ്പെട്ടി ഓഫർ വേണ്ടായിരുന്നു. എന്റെ പൊട്ടനീനെ ദൈവമേ, എന്റെ ബസ് കുട്ടിച്ചാ, ബ്രേക്ക് കാല് പോയില്ലടോ. എടാ കങ്കാരു, ഓവർ സ്പീഡ്. ബ്രേക്ക് ഉണ്ടെങ്കിലേ കാല് കൊടുത്തിട്ട് കാര്യമുള്ളൂ. അതിന് കാശ് മുടക്കി ബ്രേക്ക് ലൈനർ വാങ്ങിച്ചു കൊടുക്കണം മൊയിലാളി. ഒരു കോത്താഴത്തെ ബസ് ഓണർ. പറഞ്ഞതല്ലേ വണ്ടിക്കടയിൽ നിന്ന് കടകടാന്നുള്ള അടുപ്പ് കേട്ടപ്പോഴേ നിർത്താൻ. അപ്പൊ എന്നോട് എന്താ പറഞ്ഞേ? കടകടാന്നുള്ള അടുപ്പ് എല്ലാ ലൈലാൻഡിന്റെ ഉള്ളതാണെന്ന്. കടകടാന്നുള്ള അടുപ്പ് മാറണമെങ്കിലേ പടപടാന്ന് പണം പറയണം. കയറുമാറിയിട്ടുണ്ട്. വണ്ടിക്ക് പണം മുടക്കാൻ പറ. ഞാനേ നിങ്ങളുടെ ഈ കട്ടച്ചിറ പിണ്ണാക്കനാടയിലെ കഴിഞ്ഞ 1 മാസമായിട്ട് കയറുക. നിങ്ങൾ ടിക്കറ്റിന് 2.50 ഈടാക്കുമ്പോ യാത്രക്കാരുടെ സെക്യൂരിറ്റി കൂടി ഉറപ്പുവരുത്തണം. ഞാൻ ആദ്യം ബസ്സിൽ കയറിയ ദിവസം നിൽക്കുമ്പോ കൈ പിടിക്കാനുള്ള കമ്പി ബ്രേക്ക് ചെയ്തപ്പോ ഒടിഞ്ഞു പറഞ്ഞ് യാത്രക്കാരുടെ തല വീണു. വീണു, പക്ഷെ തലേ വീണില്ല. വീണേനെ. അടുത്ത ദിവസം കട്ടച്ചിറയിന്ന് 5-ാം മൈൽ വന്നില്ല, 2 ടയറും പഞ്ചർ. 2 ടയറും പഞ്ചറാടാ. ഒന്ന് പഞ്ചറായി, മറ്റേതായേനെ. ആ വന്ന വരവിന് പാലത്തിന്റെ ഇടത്തോട്ട് പോവാതെ അപ്പുറത്തോട്ട് ആ ട്രാൻസ്ഫോർമറിന്റെ പുറത്തോട്ട് ആയിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ? ഭസ്മമായി പോയനെ. എടോ, തന്റെ പേര് ഊപ്പായി എന്നല്ലേ? ഊപ്പയോ? സാഹചര്യം ഇതായതുകൊണ്ട് അങ്ങനെ വിളിക്കാം. കുട്ടിയും ഞാനും എവിടെയോ ഒരുമിച്ച് സ്റ്റഡി ചെയ്തിട്ടില്ലേ, പഠിച്ചിട്ടില്ലേ? എവിടെയോ അല്ല, കണ്ണാടി ഉറുമ്പ് സ്കൂളിലെ 9-ൽ 9 കുത്തി കിടന്നപ്പോ ഞാൻ ജയിച്ചു വന്നു. അങ്ങനെയാ കൂടെ പഠിച്ചത്. അടിവേള, നീ ആ പട്ടാളക്കാരൻ പാരച്ചൂട്ട് പരവേട്ടന്റെ മോളല്ലേ? നീ എന്ന കട്ടച്ചിറ മതി എഴുത്. 9-ാം ക്ലാസ്സിൽ 9 കുത്തി എന്ന് പറഞ്ഞ മോശമായി. അല്ല, അത് കുത്താൻ കാരണം ഇപ്പഴീ പുസ്തകത്തിലുള്ള എല്ലാം കൂടെ പഠിച്ചു വരുമ്പോ ഒരു 2 വർഷമെങ്കിലും വേണ്ടേ? എല്ലാം പഠിച്ച് റെഡിയായി വരുമ്പോഴത്തേക്ക് പുസ്തകം മാറും. പിന്നെ പഠിച്ച് റെഡി ആയുമ്പോഴത്തേക്ക് പിന്നെ പുസ്തകം മാറും. എടോ ഊപ്പായി, താൻ എങ്ങനെ 10 പാസ്സായതിന്റെ പുരാണം അറിയാൻ വന്നതല്ല ഞാൻ.
ബ്രേക്ക് ഇല്ലാത്ത ഈ വണ്ടി റോഡിൽ നിന്ന് തെന്നിത്തെറിച്ച് തോട്ടിൽ വീണതിന്റെ സമാധാനം മുതലാളി പറഞ്ഞേ പറ്റൂ. എന്റെ മായമ്മേ, ചട്ടിയും കലാവുമ്പോ തട്ടിയും മുട്ടിന്നിരിക്കും, ഹോട്ടലാവുമ്പോ ഗ്ലാസ് പൊട്ടിന്നിരിക്കും. ഈ 4 വീലിലോടുന്ന വണ്ടിയാവുമ്പോ ചിലപ്പോ വീൽ ഊരിപ്പോയെന്നിരിക്കും. അതാ ഈ വണ്ടികളുടെ കണ്ടീഷനാലിറ്റി. കിണറ്റി വീഴാനിരുന്നത് തോട്ടി വീണത്. ഒരാളൻ വിത്ത് സ്റ്റെപ്പിന് ടയർ 1.38 1.38 1.40 വിളിച്ചിരിക്കുന്നു. കപ്പൽ വാക്കൻ 1.40 കപ്പൽ വാക്കൻ 1.40 1.42. ആ പൊങ്ങട്ടെ പൊങ്ങട്ടെ, ഇനിയും പൊങ്ങട്ടെ. അതെ, ബസ് എന്ന് പറയപ്പെടുന്ന ഈ സാധനത്തിന് ഇത്രയേ പൊങ്ങൂ. കണ്ടില്ലേ നാട്ടുകാർ ചീല നല്ല ചുണക്കായിട്ടിരിക്കുന്നത്. ഇത് തലേന്ന് പോണോ അതോ ഇതുപോലെ അണക്കെട്ടായിട്ട് ഇവിടെ തന്നെ കിടക്കണോ? അത് പിന്നെ ഇത് തോട്ടീന്ന് കയറ്റുന്ന ഉത്തരവാദിത്തം വാങ്ങിക്കുന്നവർക്കാ. അത് ഞാൻ ഏൽക്കുകയല്ല. എന്റെ 5,05,000 രൂപ. പൂച്ചക്കല്ലെ ഈച്ചാമ മകൻ കുഴി തോണ്ടി ശവപ്പെട്ടി പൊക്കി. ശവപ്പെട്ടി തോമ 5,05,000 രൂപ. ഓളയും കുറക്കടാ ഇല്ലാടി മോനെ. നിന്റെ അപ്പൻ കെട്ടിയ മതില് പൊളിച്ച മാത്തനെ നീ കയറുമാലയ്ക്ക് പൂട്ടിയതിന്റെ ന്യായം ഈ തോമാക്ക് മനസ്സിലാവണല്ലടാ. ചങ്കൂറ്റമുണ്ടെങ്കിൽ അവന്റെ ഈ ചേട്ടനോട് മുട്ടടാ, മുട്ടടാ, തലക്കിടിച്ച് മുട്ടടാ. നീ എന്താടാ കുടിച്ചത്? മുട്ടനാടിന്റെ ചങ്കിലെ ചോര. മുട്ടടാ, ഡബിൾ ചങ്കനോട് മുട്ടാടാ. ലേലർപ്പിച്ചിരിക്കുന്നു. കർത്താവെ പടച്ചു വിട്ടിരിക്കുന്നു 3 എണ്ണത്തിന് പൊട്ടൻ ചൊഴലി ശവം. എന്റെ പെങ്ങളെ കെട്ടിക്കാൻ കാശില്ലാതെ തലയിൽ തീച്ചമുടാതിരിക്കുമ്പോഴാണ് ഇസ്പേരേഴാങ്കുലി പണിയായിട്ട് പോയി. നിന്റെ തലയിലെ തീച്ചമുടി ഞാൻ ഇറക്കി തരാടാ. നിനക്ക് ത്യാഗിക്കാമോ? നിനക്ക് ത്യാഗം ചെയ്യാമോന്ന്? എന്താടാ എന്റെ കിഡ്നി പണയം വെക്കാനാണോ? അയ്യരുന്നതൊരു പെണ്ണുണ്ട്, കുഞ്ഞുഞ്ഞമ്മ. ഒരുത്തൻ ലപ്പടിച്ച് 5 വർഷം കൊണ്ടു കിടന്ന അവൻ പറ്റിച്ചേച്ച് എത്യോപ്യക്ക് മുങ്ങി. എല്ലാം അറിഞ്ഞ് സന്മനസ്സോടെ ചെന്നാല് 5 ലക്ഷവും 5 ഏക്കർ ഇഞ്ചി കൃഷിയും ഗ്യാരണ്ടി. അതുകൊണ്ടല്ലേടാ മൾബറി നിന്റെ ഈ ആക്രി പാട്ടൊക്കെ ഞാൻ 5 ലക്ഷം വിളിച്ചത്. അമ്മയുടെ മോനെ, ഇതൊക്കെ നീ നടക്കാൻ പറയുന്നതാ? എടാ നിന്റെ സുസി എന്റെയും കൂടെ പെങ്ങളല്ലേടാ. ഒരുത്തൻ ലപ്പടിച്ചവളെന്ന പോയിന്റ് വിട്ടാൽ നിന്റെ കല്യാണവും നടക്കും, അവളുടെ കല്യാണവും നടക്കും. എന്റെ പൊന്ന് തോമാച്ചേ, തീവണ്ടിയേക്കാൾ വലുത് സ്നേഹമാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. നിന്റെ മുമ്പിൽ ഞാൻ പ്രണാമിക്കുന്നു. പെണ്ണ് കാണാൻ പോകുമ്പോ എനിക്കൊരു സിൽക്ക് ജൂബ വേണ്ടടാ. 28 പെണ്ണ് കണ്ടിട്ട് ഒന്നും നടക്കാത്ത എനിക്ക് ഇഷ്ടപ്പെടുമ്പോ അവർക്ക് ഇഷ്ടപ്പെടൂല, പിന്നെ എനിക്ക് ഇഷ്ടപ്പെടുമ്പോ അവർക്ക് ഇഷ്ടപ്പെടില്ല. ഞാൻ ഓരോ പെണ്ണ് കാണലിന് പോകുമ്പോ പേശ പൂശിട്ട് പോകുമ്പോ ഏത് പെണ്ണിന് മുമ്പിൽ 2 എണ്ണം പൂശിയിട്ട് പോയാലേ ഒരു കംപ്രഷൻ ഉണ്ടാവും. ശരി, ഇത്തവണ ഒരു കോംപ്രമൈസ്. എന്റെ പെങ്ങൾക്ക് വേണ്ടി നോ ഡ്രിങ്കിങ്. ഈ കുറി നീ 2 എണ്ണം കേട്ടണം. പെണ്ണിന്റെ വല്യമ്മ സ്മോളിന്റെ ടാങ്ക. നിന്റെ ആ കയറിട്ട പോത്തല കുപ്പിയായിട്ടേ പോകാവൂ. കങ്കാരു വടയാറ്റി കൊച്ചേന്റെ ബെൻസും ആ റെഡ് വാച്ചും ടാങ്ക് നിൽക്കുന്നു. ഇനി ചെറുതേ തരൂ. ഒന്നുകൂടെ.